നമസ്കാരം. ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനുള്ള ട്രോഫിയുമായി ഇസ്രായേൽ. മധ്യപൂർവേഷ്യയിൽ തമ്പടിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദികളായ ഹമാസിനെതിരെ ഒരു വർഷങ്ങൾക്കപ്പുറത്ത് ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളകളും ഹൂത്തികളും അടങ്ങുന്ന തീവ്രവാദി സംഘങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ ഫാക്ടറിയായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന ഇറാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കും എത്തി നിൽക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ തീവ്രവാദികളെയെല്ലാം തീർത്തേക്കാമെന്ന് കരുതി ഇസ്രായേൽ തോക്കുമെടുത്ത് ഇറങ്ങിയതല്ല. പൊതു അവധി ദിവസമായിരുന്ന കഴിഞ്ഞ ഒക്ടോബർ 8 സാബത്താചരണവും പ്രാർത്ഥനകളുമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിക്കിടന്ന യഹൂദന്മാർക്ക് നേരെ റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ തുടങ്ങിവെച്ച ചോരക്കളികളാണ് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം ഭൂമിക്കടിയിൽ തുരങ്കങ്ങളിൽ ഒളിച്ച എല്ലാ ഹമാസ് ഭീകരന്മാരെയും ഇസ്രായേൽ പുകച്ച് പുറത്തു ചാടിച്ച് കൊല്ലുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും പച്ചയ്ക്ക് തന്നെ കൊന്നു തള്ളുകയും ചെയ്തു. തീവ്രവാദികൾ മനുഷ്യകവചമായി കുരുക്കിയ ട്രാപ്പിൽ അറിയാതെ പെട്ടുപോയ നിരപരാധികളായ നിരവധി മനുഷ്യരും അതോടൊപ്പം കൊല്ലപ്പെട്ടു. ഈ ആക്രമണങ്ങൾക്കിടയിൽ ഹമാസ് ഭീകരാക്രമണം നടത്തിയ അന്നു മുതൽ തന്നെ തങ്ങളെ നിരന്തരമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ലെബനനിലെ ഇറാൻ സ്പോൺസേഡ് തീവ്രവാദികളായ ഹിസ്ബുള്ളകൾക്കും മറുപടി കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടപ്പോൾ ഇസ്രായേൽ അമ്പരപ്പിക്കുന്ന ആക്രമണങ്ങളിലൂടെ അതും ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുകയാണ്. നസറുള്ള അടക്കമുള്ള അവരുടെ തലമൂത്ത ആചാര്യന്മാരിൽ മിക്കവരെയും ഇസ്രായേൽ അവരുടെ രഹസ്യ അറയ്ക്കകത്ത് കയറി തീർത്തു. അപ്പോഴും ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന നിരന്തരമായി തങ്ങളുടെ നാവികസേനയ്ക്ക് അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു യമനിലെ ഹൂത്തി തീവ്രവാദികൾ. അടുത്ത ഘട്ടത്തിൽ ഇസ്രായേൽ ഹൂത്തികളുടെ യമനീസ് പവർ സ്റ്റേഷനുകളിലേക്കും തുറമുഖങ്ങളിലേക്കും എണ്ണ സംഭരണശാലകളിലേക്കും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്രായേൽ അവരുടെ യുദ്ധാസക്തികൾക്ക് വേണ്ട മറുപടിയും കൊടുത്തു. ദിവസങ്ങളോളം ഹൂത്തി പാളയം നിന്ന് കത്തുകയായിരുന്നു. പരമദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളായ പാലസ്തീനും ലെബനനും യമനുമൊന്നും കോടികൾ മുടക്കി തീവ്രവാദികളെ പരിപോഷിപ്പിക്കാൻ കഴിയില്ലെന്നുറപ്പാണ്. എന്നാൽ മധ്യപൂർവേഷ്യയുടെ ആകമാനം സമാധാനം കെടുത്തിക്കൊണ്ട് തങ്ങളുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന അത്താഴപ്പട്ടിണി രാജ്യങ്ങളിൽ തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്നത് ഇറാനായിരുന്നു. ഈ ഒരു വർഷം നീണ്ട യുദ്ധത്തിനിടയിൽ ഒരിക്കൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിൽ തങ്ങളെ ഒന്ന് പ്രകോപിപ്പിച്ച ഇറാന്റെ എംബസി തന്നെ തകർത്ത് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഇസ്രായേൽ തീർത്തതാണ്. തൊട്ടുപുറകെ റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയും പുതിയ പ്രസിഡന്റായി അവരോധിതനായ പെഷൻസ്കിയന്റെ പട്ടാഭിഷേകത്തിന്റെ അന്ന് ഇറാനിൽ കയറി ഹമാസിന്റെ നേതാവ് ഹനിയയെ തീർത്തുകൊണ്ട് ഇസ്രായേൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ അവർക്കതൊന്നും മനസ്സിലാക്കാനുള്ള മൂള ഉണ്ടായിരുന്നില്ല. എന്നാൽ ബോഷന്മാർക്ക് അനിവാര്യമായ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകാൻ ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു തെരഞ്ഞെടുത്തത് 130ഓളം രാജ്യങ്ങളുടെ തലവന്മാർ സംഗമിക്കുന്ന UN അസംബ്ലിയുടെ വേദിയായിരുന്നു. നെതന്യാഹു വേദിയിലെത്തിയപ്പോൾ തന്നെ ഒട്ടുമിക്ക രാജ്യത്തിൻ്റെ നേതാക്കന്മാരും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അതൊന്നും കൂസാതെ തുടങ്ങിയ നെതന്യാഹു ആദ്യത്തെ വെട്ടുവെട്ടിയത് UN സഭയുടെ തന്നെ നെഞ്ചത്തായിരുന്നു. അതിജീവന പരാക്രമത്തിൻ്റെ ഭാഗമായി ആയുധമെടുക്കാൻ നിർബന്ധിതരായ തങ്ങൾക്കെതിരെ തുടർച്ചയായി പ്രമേയങ്ങൾ പാസാക്കുകയും ഇസ്രായേലിനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആക്രോശിക്കുകയും എനിക്കും എൻ്റെ രാജ്യത്തിനും ഒരു ഗുണവും വരുത്താത്ത ഈ പരിപാടിക്ക് വരണമെന്ന് താൻ ആഗ്രഹിച്ചതേയല്ലെന്നും പിന്നെ നാട് നീളെ പച്ചക്കള്ളങ്ങൾ പാടി നടക്കുന്ന ചില വിടുവായന്മാർക്ക് മറുപടി കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു തുടങ്ങിയ നെതന്യാഹു മര്യാദയ്ക്ക് കഴിഞ്ഞ ഞങ്ങളെ ദ്രോഹിച്ച ഒരുത്തനെയും ഞങ്ങൾ വെറുതെ വിടില്ലെന്ന് തുറന്നടിച്ചു. ഐക്യരാഷ്ട്രസഭ വംശവെറിയന്മാരായ കാപഠ്യക്കാരുടെ ചതുപ്പുനിലമായി തരം താണു പോയെന്ന്
തുറന്നടിച്ചു. അടുത്തത് ഇറാനുള്ള കൃത്യമായ താക്കീതായിരുന്നു. ടെഹ്റാനിലെ കശാപ്പുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ ആക്രമിക്കാൻ കൈ പൊക്കിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും പിന്നെ മോങ്ങിക്കൊണ്ടോടിയിട്ട് കാര്യമൊന്നുമില്ലെന്നും വ്യക്തമാക്കിയ നെതന്യാഹു വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നുള്ള ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല എന്ന വാക്യം പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. I didn't intend to come here this year. My country is at war, fighting for its life. But after I heard the lies and slanders leveled at my country by many of the speakers at this podium, I decided to come here and set the record straight. I decided to come here to speak for my people, to speak for my country, to speak for the truth. And here's the truth. Israel seeks peace. Israel yearns for peace. Israel has made peace and will make peace again. Yet we face savage enemies who seek our annihilation. And we must defend ourselves against these savage murderers. Nations of the world should support the brave people of Iran who want to rid themselves of this evil regime. Responsible governments should not only support Israel in rolling back Iran's aggression, they should join Israel. They should join Israel in stopping Iran's nuclear weapons program. In this body, in the Security Council, we're going to have a deliberation in a few months. And I call on the Security Council to snap back UN Security Council sanctions against Iran, because we must all do everything in our power to ensure that Iran never gets nuclear weapons. For decades, I've been warning the world against Iran's nuclear program. Our actions delayed this program by perhaps a decade, but we haven't stopped it. We've delayed it, but we haven't stopped it. Iran now seeks to weaponize its nuclear program for the sake of the peace and security of all your countries. For the sake of the peace and security of the entire world, we must not let that happen. And I assure you, Israel will do everything in its power to make sure it doesn't happen. Israel will win this battle. We'll win this battle because we don't have a choice. After generations in which our people were slaughtered, remorselessly butchered, and no one raised a finger in our defense, we now have a state. We now have a brave army, an army of incomparable courage, and we are defending ourselves. As the book of Samuel says in the Bible, Netzach Yisrael lo yishaker. The eternity of Israel will not falter. In the Jewish people's epic journey from antiquity, in our odyssey through the tempests and upheavals of modern times, that ancient promise has always been kept. ഈ പ്രസംഗം പോലും ഇസ്രായേൽ ഹിസ്ബുള്ളകൾക്ക് വേണ്ടി ഒരുക്കിയ ട്രാപ്പായിരുന്നുവെന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രസംഗം പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം ലെബനൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കി. അതോടൊപ്പം അവിടെയുണ്ടായിരുന്ന അവരുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ളയെയും മറ്റ് നേതാക്കന്മാരെയും കൊന്നു തള്ളിയിരുന്നു. 2 ദിവസങ്ങൾക്കുള്ളിൽ നോർത്ത് ബെയ്റൂട്ട് ദാഹിയ പ്രവിശ്യയിൽ നിന്ന് തിരിച്ചറിഞ്ഞ നസറുള്ളയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മുറിവുകളൊന്നുമില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള തുരങ്കങ്ങൾ ലക്ഷ്യം വെച്ച ഇസ്രായേൽ തുരങ്കങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോകുന്ന തരത്തിലുള്ള ബെസ്റ്റർ ബോംബിങ്ങുകൾ കൊണ്ട് നടത്തിയ ആക്രമണം 80 ടൺ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള ഒരു അത്യുഗ്രൻ അറ്റാക്കിംഗ് ആയിരുന്നു. മണ്ണിനടിയിൽ ഒളിച്ചിട്ടും ഇത്ര കൃത്യമായി ഇസ്രായേൽ നസ്രുള്ളയെ തീർത്തത് എല്ലാവരെയും ഒരുപോലെ അമ്പരിപ്പിച്ച കാര്യമായിരുന്നു. എന്നാൽ ബങ്കറിൽ നസ്രുള്ളയുടെ അധ്യക്ഷതയിൽ ഇസ്രായേലിനെ തീർക്കാനുള്ള ഗൂഢാലോചന പുരോഗമിക്കുമ്പോൾ തന്നെ ആക്രമണം നടത്താൻ ഉതകുന്ന വിധത്തിൽ ഇസ്രായേലിന്
വിവരങ്ങൾ ഇറാനിയൻ ചാരൻ ചോർത്തി നൽകിയെന്ന വാർത്ത വലിയ അമ്പരപ്പാണ് ലോകത്തിന് നൽകിയത്. ഇറാനെതിരെയുള്ള നീക്കത്തിന്റെ മുന്നോടിയായി ഒരിക്കൽ കൂടി നെതന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തു. കൊലപാതകികളെയും ബലാത്സംഗികളെയും പിന്തുണയ്ക്കുന്ന ഖമേനി ഭരണകൂടത്തിന് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല, എന്നാൽ ഇറാൻ എത്രയും പെട്ടെന്ന് ഈ സ്വച്ഛാധിപതികളുടെ ഭരണത്തിൽ നിന്ന് മോചിതമാകുമെന്നും പ്രഖ്യാപിച്ച നെതന്യാഹു ആയത്തുള്ള ഖൊമേനിയുടെ മതഭരണത്തിൽ നിന്നുള്ള മോചനം കാത്തിരിക്കുന്ന മോഡറേറ്റ് ഇറാനികളുടെ എല്ലാം ആവേശമായി മാറി. എന്നാൽ വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഇറാൻ ടെൽ അവീവിന് നേരെ 200ഓളം മിസൈൽ അയച്ചുകൊണ്ട് തങ്ങളുടെ ശവപ്പെട്ടിയിൽ അടുത്ത ആണി കൂടി അടിക്കുകയാണുണ്ടായത്. ലെബനിലെ കരയാക്രമണത്തിന്റെയും യമനിലെ വ്യോമാക്രമണങ്ങളുടെയും ഇടയിൽ തങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകില്ലെന്ന മുഴുത്ത അവിവേകത്തോടെ ഇസ്രായേലിനെതിരെ സിറിയയുടെയും ജോർദാന്റെയും ഒക്കെ മുകളിലൂടെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഒന്നുപോലും തങ്ങളുടെ ജനതയിൽ ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയും തങ്ങളുടെ ഒരു നിർമ്മിതികളെയും തകർക്കാതെയും ഇസ്രായേൽ കൃത്യമായി ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. നസ്രല്ലയെ തീർത്തതിനുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞെങ്കിലും ഇസ്രായേൽ പറഞ്ഞതുപോലെ അടുത്ത പണി തങ്ങൾക്കിട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ചാണ് ഹിസ്ബുള്ളകൾക്കും ഹൂത്തികൾക്കുമെതിരെ യുദ്ധം നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇസ്രായേലിനെതിരെ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ കനത്ത തിരിച്ചടികൾ കരുതി വെച്ചത്. ഏതായാലും തങ്ങളുടെ രാജ്യത്തേക്ക് മിസൈൽ അയച്ച ഇറാന് കനത്ത മറുപടിയാണ് തങ്ങൾ നൽകുവാൻ പോകുന്നതെന്നുള്ള നെതന്യാഹുവിൻ്റെ ഒറ്റ പ്രതികരണത്തിൽ ഇറാൻ ഏറ്റുവാങ്ങാൻ പോകുന്നത് ചെറിയ തിരിച്ചടി ആയിരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തെന്നും അതിനുള്ള പാരിതോഷികം നമ്മൾ അവർക്ക് നൽകുമെന്നും അവരെ തിരിച്ചടിക്കാനുള്ള നമ്മുടെ നിശ്ചയദാർഢ്യം എന്താണെന്ന് ഇറാനിലെ ഭരണകൂടത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും നമ്മെ ആര് ആക്രമിച്ചാലും നമ്മൾ അവരെ തിരിച്ചടിക്കുമെന്നും ഇറാനിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ നമുക്ക് കഴിയുമെന്നുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് നെതന്യാഹു ഇറാനെതിരെ നടപടികൾ നീക്കിയത്. തങ്ങളെ ദ്രോഹിച്ചാൽ മുമ്പിൽ നിൽക്കുന്നത് റഷ്യയാണോ അമേരിക്കയാണോ എന്നൊന്നും ഇസ്രായേൽ നോക്കില്ല, തകർക്കുക തന്നെ ചെയ്യും. അതേക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ യഹൂദന്മാരുടെ വേദപുസ്തകം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ പഴയ നിയമമാണ്. അതിനവർ തോറ എന്ന് പറയും. ഈ ഹീബ്രുവിൽ എഴുതിയ തോറയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആവർത്തന പുസ്തകം എന്നൊരു ഭാഗമുണ്ട്. അതിലാണ് ഈ ഭാഗം ഉള്ളത്. ആ വചനം ഇങ്ങനെയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത്, നിനക്ക് കനിവ് തോന്നരുത്, ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. ഇതാണ് ഇസ്രായേലിൻ്റെ പ്രമാണവാക്യം. അവരൊരിക്കലും എതിരാളികൾക്ക് മാപ്പ് കൊടുക്കുകയില്ല, ക്ഷമിക്കുകയില്ല. ആ കാര്യം തോറയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ മനസ്സിലാവും. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമ്പോൾ, അവരെന്ന് പറഞ്ഞാൽ ശത്രുക്കളെയാണ്, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമ്പോൾ നീ അവരെ നിർമൂലമാക്കി കളയണം എന്നാണ് പറഞ്ഞത്. നിർമൂലമാക്കണം എന്ന് വെച്ചാൽ കട പറിച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കണം എന്നാണ്. നീ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഒരിക്കലും ഉടമ്പടി ചെയ്യുകയോ അവരോട് കരുണ കാണിക്കുകയോ ചെയ്യും. അമേരിക്കയുടെ സഹകരണത്തോടെ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ലോകത്തിൽ നിന്ന് ഖമേനി ഭരണകൂടത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ ജനത പതിറ്റാണ്ടുകളായി സ്വപ്നം കണ്ടതുപോലെ പുരോഗമന ഉന്മുഖമായ ഒരു ജീവിതം അവർക്കുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വെളുപ്പിക്കാനാണെങ്കിലും വെളിപ്പെട്ടത് സത്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് അപൂർവമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ നികേഷിനാണ് അപൂർവമായ ആ ഇന്റർവ്യൂ കിട്ടിയത്. പക്ഷേ അന്ന് CPM സഹയാത്രികൻ കൂടെയായ നികേഷിന്റെ മുഖത്ത് നോക്കി മാധ്യമങ്ങൾ കാണിക്കുന്നത് മഹാ ചെറ്റത്തരമാണെന്ന് പിണറായി പറയുന്നത് കേട്ട് നിർവൃതി കൊള്ളാനുള്ള അസുലഭമായ അവസരം കൂടിയാണ് നികേഷിന് കൈവന്നത്. ഇപ്പോഴിതാ ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിന് മുഖ്യമന്ത്രി എഴുതി നൽകിയ വിശദീകരണങ്ങൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 150 കിലോ സ്വർണവും
123 കോടിയുടെ ഹവാല പണവുമാണ് മലപ്പുറത്ത് നിന്ന് പിടിച്ചതെന്നും ഈ പണം ഇവർ ഉപയോഗിച്ചത് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുമായിരുന്നു അടിയന്തര വെളിപാട് കിട്ടിയ മനുഷ്യനെ പോലെ മുഖ്യമന്ത്രി ഈ മാധ്യമത്തിൽ വെളിപ്പെടുത്തിയത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ച സ്വർണവുമായി ചില കള്ളക്കടത്തുകാരെ കേരളത്തിലെ ഒട്ടുമിക്ക വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം വസ്തുതാപരമാണ്. അതിൽ മലപ്പുറമെന്ന് പരാമർശമുണ്ടായി എന്ന ഒറ്റ കാരണത്താൽ ഇത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ഇത് നമ്മളെ തന്നെ ഉദ്ദേശിച്ചാണ്, ഇത് നമ്മളെ മാത്രം ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നവർ ഗോൾഡ് സ്മഗ്ലിംഗ് കരിപ്പൂരെന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്കേണ്ടത് തന്നെയാണ്. ആരൊക്കെ എവിടെയൊക്കെ സ്വർണമായി പിടിക്കപ്പെട്ടു എന്ന് അപ്പോൾ വ്യക്തമാകും. ഇത്രനാളും തൻ്റെ മൂക്കിന് താഴെ നടന്നുകൊണ്ടിരുന്ന ഇത്തരം സംഭവങ്ങളെ അവഗണിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കേരളം മുഴുവൻ അന്തം വിട്ടുപോയി. ഇത്ര നാളും തനിക്കൊപ്പം നിന്നിട്ട് പെട്ടെന്ന് മലക്കം മറിഞ്ഞ് ഇപ്പോൾ ശക്തമായ വിമത നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന PV അൻവറെ പ്രതിരോധിക്കാനും കൈമോശം വരാനിടയുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ടിന് പകരം മറ്റു വിഭാഗത്തിന്റെ വോട്ടുറപ്പിക്കാനുമാണ് മുഖ്യമന്ത്രി ഇതൊക്കെ തട്ടിമൂളിച്ചതെങ്കിലും അതൊക്കെ ബൂമറാങ് ആകുമെന്നും പറഞ്ഞതെല്ലാം മുഖ്യമന്ത്രി തിരുത്തി പറയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ഉറപ്പിച്ചതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ആ മാധ്യമത്തെ പഴിചാരി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ PR ടീമിനെ പഴിചാരി മാധ്യമവും മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെതിരെ ഇതുവരെ ശക്തമായ നടപടികളൊന്നുമില്ലാത്തതിനാൽ നിരന്തരമായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർ ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് തേടുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. If you know that gold is being smuggled for anti-national activities, then whose duty it is to take action against those? Why action has not been taken so far? It's only after the political fallout that he has come to know about it. കേരളത്തിൽ ജീവിക്കുന്നവർക്കെല്ലാം ഇവിടെ നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചും സ്ഥിരമായി പിടിക്കപ്പെടുന്നത് ആരാണെന്നും വ്യക്തമായി തന്നെ ബോധ്യമുണ്ട്. അത് മറച്ചു പിടിക്കാനും പറഞ്ഞാൽ മാറ്റിപ്പറയാനും ഇവിടുത്തെ അധികാരികൾ കാണിക്കുന്നത് അപമാനകരമായ അനാസ്ഥ തന്നെയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അധികാരികൾക്കും ഭയമുണ്ടാകുന്നത് എന്തിനാണ്? നിരന്തരമായി കരിപ്പൂരടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് സ്വർണവുമായി ചിലർ പിടിക്കപ്പെട്ടിട്ടും അതേക്കുറിച്ച് മിണ്ടിയാൽ അതിനെതിരെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ എക്കോസിസ്റ്റങ്ങൾ ഉയർന്നെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സീബ കാര്യങ്ങൾ വിശദമാക്കിയത്. കേരളത്തിലേക്ക് എന്തുകൊണ്ട് ഇത്തരം സ്വർണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലത് തന്നെയാണ്. 150 കോടിയിലധികം അല്ലെങ്കിൽ 125 കോടിയിലധികം ഹവാല പണവും സ്വർണവും ഒക്കെ ഈ കേരളത്തിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിലും പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്, അല്ലെ പലയിടത്തുനിന്ന് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കീഴിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏജൻസികൾക്കൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇതിനെ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ നാടിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത്, ഈ രാജ്യത്തിനെതിരായിട്ട് തന്നെ നിലനിൽക്കുക എന്നുള്ള ഒരു വലിയ ഹിഡൻ അജണ്ടയോടുകൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. വലിയൊരു അപമാന ഭാരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചില മതത്തിന്റെ പേരുകൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ചില പ്രത്യേകമായ സ്ഥലങ്ങളുടെ പേരുകൾ ഞങ്ങളെ വ്രണപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇതിന് വർഗീയവൽക്കരിക്കുന്ന ഒരു മുഖം നൽകുന്നത്. ഇത് വർഗീയവൽക്കരിക്കേണ്ട വിഷയമല്ല, മറിച്ച് ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീതി ഉളവാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇതിനെയൊക്കെ അന്വേഷിക്കാനും ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനും കള്ളപ്പണത്തെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് ഒരു ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ബിസിനസ്സുകൾ തകർന്നുകൊണ്ടിരിക്കുക, ഒരു പ്രത്യേകമായ വിഭാഗം കേരളത്തിൽ എല്ലായിടങ്ങളിലും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഫണ്ടിങ് ഏജൻസികളുണ്ട്, അവർക്ക് ഫണ്ട് ഇറക്കാനായിട്ട് ആളുകളുണ്ട്. അങ്ങനെ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് മുഖംമൂടി അണിയിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇത് ഈ രാജ്യത്തിന് തന്നെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാകുമെന്നത് യാതൊരു സംശയമില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കൊള്ളകളെ നിയമപരമായി കുരുക്കിലാക്കിയാൽ
അതിന്റെ അന്വേഷണങ്ങൾ പ്രാഥമിക ഘട്ടത്തിനപ്പുറത്തേക്ക് ഒട്ടും തന്നെ നീങ്ങാറില്ല. അത്തരം കവർച്ചക്കാർക്കും കൊള്ളക്കാർക്കുമെതിരെ ഒരു വാർത്ത കൊടുക്കാനോ ആ വിഷയം ചർച്ച ചെയ്യാനോ തയ്യാറാകാതെ ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ കള്ളക്കടത്തുകാർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപജയം. ആർജവവും അന്തസ്സവുമുള്ള ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും തൻ്റെ ഇടമായി ഇത്തരം കാര്യങ്ങളിൽ നടപടികളുമായി മുമ്പോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ തൊപ്പി മാത്രമല്ല ചിലപ്പോൾ തലയും കൂടെ തെറിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ ഉള്ളുകള്ളികളെ വെളിപ്പെടുത്തിക്കൊണ്ട് ഷെക്കൈന ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞ കാര്യങ്ങൾ ആരെയും നടുക്കാൻ പോകുന്നതായിരുന്നു. രാജ്യത്തെ നിയമാനുസൃത വ്യവസ്ഥയ്ക്ക് അപ്പുറമായി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ധനം ആർജിക്കുകയും ആ ധനം രാജ്യത്തിന് ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ PR വർക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല. ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾക്കുള്ളിൽ ഈ PR വർക്കുണ്ട്. പണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, കൃത്യമായി ഒരു സംഭവത്തെ എങ്ങനെ അവർക്ക് തോന്നും വിധം വാർത്തയാക്കണമെന്ന് അവർക്ക് തീരുമാനിക്കുക. മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇത്ര ഗൗരവമായ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തതെന്നും കൂടി നാം ചിന്തിക്കണം. ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ കൈ കെട്ടപ്പെട്ടിരിക്കുന്നു, മാധ്യമങ്ങളുടെ നാം അറിയപ്പെട്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഒരു വിഭാഗത്ത് ധനം കുന്നുകൂടുന്നതും, ധനം കുന്നുകൂടുന്നത് മാത്രമല്ല ആ ധന വിനിയോഗവും അത് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു, ചില കേന്ദ്രങ്ങളെ സഹായിക്കുന്നു. മറ്റൊരു സ്വർണ്ണക്കടക്കാർക്കും കൊടുക്കാനാവാത്ത വിധത്തിൽ ഒരു ചരിത്ര പശ്ചാത്തലമോ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഒരു പുതിയ സംരംഭകൻ വരുന്നു. കേരളത്തിലെ വിവിധയിടങ്ങളിൽ വലിയ മെഗാ സ്വർണ്ണക്കടകൾ തുടങ്ങുന്നു. അവിടെ ചില സമുദായങ്ങളുടെ ആചാരങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള സ്വർണങ്ങൾ പ്രത്യേക കിഴിവോടെ, എന്ന് പറഞ്ഞാൽ മറ്റാർക്കും കൊടുക്കാനാവാത്ത കിഴിവോടെ വിൽപ്പന നടത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കപ്പെട്ടു. കാരിയേഴ്സ് തന്നെ ഏതൊക്കെ വിധത്തിലാ, എയർ കാരിയേഴ്സ് അവിടെ നിന്ന് കയറ്റി വിടുന്നതാണ്. അവർ എയർപോർട്ടിൽ വരുന്നത് അവരുടെ റോള് കഴിഞ്ഞു, അവർക്ക് കിലോയ്ക്കുള്ള പൈസ അവർക്ക് കിട്ടും. രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്ന MLA പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും പ്രസക്തം. ഇത് പിടിക്കപ്പെട്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നുണ്ടോ, അത് കൊണ്ടെത്തിക്കുന്ന സ്ഥലങ്ങളെ കണ്ടെത്താനും അവിടെ പരിശോധന നടത്തുവാനും എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ ഭയക്കുന്നു? അവിടെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്, ഇതിനൊക്കെ നമ്മൾ തെളിച്ചു പറഞ്ഞാലും തെളിച്ചു പറഞ്ഞില്ലെങ്കിലും വർഗീയ മുഖമുണ്ട്. കേരള സമൂഹത്തിൽ കടുത്ത വിഭാഗീയതകൾ ഉളവാക്കിക്കൊണ്ട് ചിലർക്ക് മാത്രം എന്ത് അഴിഞ്ഞാട്ടവുമാകാം, അതേക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ കോറസായി ആക്രോശിച്ചും ഒച്ചുവെച്ചും പറയുന്നവരുടെ വായടിപ്പിക്കാമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ കൊള്ള പൂർവാധികം ശക്തിയോടെ ഇവിടെ തുടരാമെന്നും ചിലർ ധരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ധരിക്കാനുള്ള സാഹചര്യം ഇക്കണ്ട കാലത്തെ ഭരണഗുണം മൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ബോഗൻവില്ലയിലെ ക്രൈസ്തവ വിരുദ്ധ മുള്ളുകൾ. പാശ്ചാത്യ നോവലുകളെ ആധാരമാക്കി സിനിമയെടുക്കുകയും അത്തരം സിനിമകളുടെ ക്രൈസ്തവ പശ്ചാത്തലം കൊണ്ട് നടത്തുന്ന ആഖ്യാനങ്ങളിൽ കടുത്ത ക്രൈസ്തവ വിരുദ്ധത കുത്തിനിറയ്ക്കുകയും ചെയ്യുന്ന സംവിധായകനാണ് അമൽ നീരദ്. അയാളുടേതായി പുറത്തു വന്ന മമ്മൂട്ടി ചിത്രമായ ഭീഷ്മപർവം ക്രൈസ്തവ സമുദായത്തിന് നേരെ നടത്തിയത് കടുത്ത അവഹേളനങ്ങൾ തന്നെയായിരുന്നു. അതിൻ്റെ അലയൊലികൾ നിലനിൽക്കുമ്പോൾ തന്നെ ബോഗൺവില്ല എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന പാട്ടിലാണ് കടുത്ത ക്രൈസ്തവ വിരുദ്ധത നിറച്ചുകൊണ്ട് വലിയ വിവാദത്തിന് വീണ്ടും അമൽ നീരദ് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഭീതിയും അറപ്പുമുളവാക്കുന്ന സെമിത്തേരിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ കർത്താവിനെ സ്തുതിക്കുന്ന വരികളുടെ അകമ്പടിയോടെ അമൽ നീരദ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിശാചിനെ സ്തുതിക്കുന്ന മൂന്നാം കിട ഇടപാടുകളാണ്. അത് പാടി അഭിനയിക്കാൻ ജ്യോതിർമയിയും കൂടെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും പിന്നെ ഷറഫുദ്ദീൻ എന്ന നടനും. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങിയ ഡസൻ കണക്കിന് സിനിമകളിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ അവഹേളനം ഒളിപ്പിച്ച് കടത്തി പുറത്തിറക്കിയത്. ഇത് ഒരു പ്രത്യേക അജണ്ടയാക്കി മാറ്റിയ പ്രൊഡ്യൂസർമാർ
മലയാള സിനിമയിൽ ഉണ്ടെന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പിന്നെ അമൽ നീരദിനെ പോലെ ക്രൈസ്തവീകതയ്ക്കിട്ട് ചൊറിയുമ്പോൾ അതിൽ മാനസിക സുഖം കണ്ടെത്തുന്ന സംവിധായകരുമുണ്ട്. ഫഹദ് ഫാസിലിനെ പോലെ ചില നടന്മാർ അടുത്തിടെ പുറത്തിറങ്ങിയ ട്രാൻസ്, ജോജി അടക്കമുള്ള ക്രൈസ്തവ വിരുദ്ധ പ്രമേയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സിനിമകളിലെല്ലാം മുഖ്യ കഥാപാത്രമായി വന്നത് ഫഹദ് ഫാസിലായിരുന്നു. എന്നാൽ യാദൃച്ഛികമല്ലെന്നും ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണെന്നും കരുതുന്നവരാണ് അധികവും. ഒപ്പം റോമൻസ്, വിശുദ്ധൻ എന്നീ സിനിമകളിലൂടെ കത്തോലിക്കനായ കുഞ്ചാക്കോ ബോബനും ഇത്തരം ആസൂത്രിത നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവോ എന്ന് ബലമായി സംശയമുയരുന്നു. തങ്ങൾ അഭിനയിക്കുന്നു, അതിൻ്റെ പണം വാങ്ങുന്നു എന്ന തൊടുന്യായമാണ് ഇവർക്ക് പറയാനുള്ളതെങ്കിൽ ക്രൈസ്തവ അവഹേളനങ്ങൾ കുത്തിനിറച്ച സിനിമകൾക്കായി പണമിറക്കുന്ന തൽപര ശക്തികൾ ആരാണ് എന്ന് ചോദ്യം ഉയരുകയാണ്. മുടക്കിയ പണത്തിന് ലാഭമില്ലെങ്കിലും ക്രൈസ്തവീകതയെ ഇകഴ്ത്തുമ്പോൾ ലഭിക്കുന്ന മാനസിക സുഖം ലഭിക്കുന്നത് ആർക്കാണ്? ഇതെല്ലാം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത്തരം തരംതാണ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കുറേ വർഷങ്ങളായി, ഏതാണ്ട് ഒരു 11 വർഷമായി ഈ സംവിധായകൻ കത്തോലിക്ക സഭയെയും കത്തോലിക്ക വിശ്വാസത്തെയും കത്തോലിക്ക സഭയിലെ പുരോഹിതരെയും ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു തരത്തിലും ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല. കാരണം അതിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തെ അപ്പാടെ അവഗണിക്കുന്ന തരത്തിലുള്ള ചില പ്രമേയങ്ങളും എല്ലാ ആവിഷ്കാരമാണ് അതിനകത്ത് നടത്തപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടാൽ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് അവരുടെ വിശ്വാസത്തെ ഓരോ തരത്തിൽ ഹനിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ക്രൈസ്തവ വിശ്വാസികളെ, കത്തോലിക്ക സഭയിലെ ആളുകളെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ചർച്ച നടത്തി ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് വെളിയിലും ഈ സമരം നടത്താൻ കത്തോലിക്ക കോൺഗ്രസ് തയ്യാറാക്കും. ബോഗൻവില്ലയിലെ പാട്ടുപോലെയുള്ള ദുഷിച്ച നിർമ്മിതികൾ ക്രൈസ്തവ സമൂഹത്തിലെ പുതുതലമുറയെ വഴിതെറ്റിക്കുകയും സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ഇമാതിരി നടപടികളിലൂടെ ക്രിസ്തീയ ആചാരങ്ങളെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ താറടിക്കുവാനും മറ്റുള്ളവരെ കൊണ്ട് അത് ഏറ്റുപിടിപ്പിച്ച് അവഹേളനം പൂർണ്ണമാക്കിയെടുക്കുവാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു പാട്ടിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പടം ഏത് പരുവത്തിലായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അമൽ നീരദ് ഇത്തരത്തിൽ നിരന്തരമായി ചെയ്യുന്നത് മനഃപൂർവ്വമാണോ അതോ ആരുടെയെങ്കിലും പ്രേരണ മൂലമാണോ എന്ന് അമൽ നീരദ് മറുപടി പറയേണ്ടിയിരിക്കുന്നു. സിനിമയിലൂടെയുള്ള ഇത്തരം ക്രൈസ്തവ അവഹേളനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇതിനെതിരെ കേവലം പ്രതിഷേധമോ പ്രക്ഷോഭമോ ഒന്നുമല്ല ആവശ്യം, മറിച്ച് ശക്തമായ നിയമ നടപടികളുമായി ക്രൈസ്തവ സമൂഹം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അത് വ്യക്തമാക്കി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത് വരികയും ചെയ്തു. ഇപ്രകാരം ക്രൈസ്തവ വിശ്വാസത്തെ ബോധപൂർവം ആക്ഷേപിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികളെയും തിരിച്ചറിയാൻ സഭയ്ക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായും ഇത് അപകടകരമായൊരു പ്രവണതയാണ്. ഓരോ മതവിശ്വാസത്തിൻ്റെയും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അത് മാന്യമായി പരിരക്ഷിക്കാനുമുള്ള ഭരണഘടനാദത്തമായ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. സമാനമായൊരു പ്രവണതയാണ് ബൊഗെയിൻവില്ല സിനിമയിലൂടെയും പ്രകടമാകുന്നത് എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ട്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ നിയമപരമായി നേരിടാൻ സഭ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത്. സിനിമയിൽ ജാതിയും മതവുമൊക്കെ കടന്നു വരാമെന്നും അത് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുമുള്ള സാമാന്യ ബോധം ക്രൈസ്തവർക്കുണ്ട്. പക്ഷേ മറ്റ് മതസംഹിതകളിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള അവഹേളന നീക്കങ്ങൾ നടത്താൻ നട്ടെല്ലുറപ്പില്ലാത്ത സിനിമക്കാർക്ക് ക്രൈസ്തവരുടെ അടുത്ത് മാത്രം അത് ചെലവാക്കാമെന്നുള്ള തെറ്റിദ്ധാരണ തിരുത്തിക്കേണ്ടിയിരിക്കുന്നു. പല ക്രൈസ്തവ സംഘടനകളും ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട് ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം കുതിരകയറ്റങ്ങൾക്ക് കടിഞ്ഞാണിടും എന്ന് പ്രത്യാശിക്കാം. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു.